2026 കേരള നിയമസഭാ തിരഞ്ഞെടുപ്പിന്റെ കാഹളം മുഴങ്ങിക്കഴിഞ്ഞ ഈ വേളയിൽ രാഷ്ട്രീയ കേരളത്തെ അക്ഷരാർത്ഥത്തിൽ പിടിച്ചുലയ്ക്കുന്ന ഒന്നാണ് മനോരമ ന്യൂസ് VMR പ്രീപോൾ സർവേ ഫലങ്ങൾ. ഭരണ തുടർച്ചയുടെ ഹാട്രിക് എന്ന ചരിത്ര നേട്ടം ലക്ഷ്യമിട്ട CPM-ഉം ഇടതുമുന്നണിയും കരുക്കൾ നീക്കുമ്പോൾ കേരളം 10 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും UDF-നെ ഭരണത്തിലേറ്റാൻ ഒരുങ്ങുന്നുവെന്ന പ്രവചനം ഇടത് ക്യാമ്പുകളിൽ വലിയ ഞെട്ടലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. വടക്കൻ കേരളത്തിലും മധ്യ കേരളത്തിലും UDF വൻ തരംഗം സൃഷ്ടിക്കുമെന്ന സർവേയുടെ കണ്ടെത്തലുകൾ വരാനിരിക്കുന്ന പോരാട്ടത്തിന്റെ ഗതിമാറ്റത്തെയാണ് സൂചിപ്പിക്കുന്നത്. കഴിഞ്ഞ 10 വർഷമായി കേരളം ഭരിക്കുന്ന LDF സർക്കാരിന് പകരമായി ഒരു മാറ്റം ജനങ്ങൾ ആഗ്രഹിക്കുന്നു എന്നതാണ് മനോരമ ന്യൂസ് സർവേയുടെ അടിസ്ഥാനപരമായ കണ്ടെത്തൽ. കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ 5 വർഷം കൂടുമ്പോൾ ഭരണം മാറുന്ന രീതി 2021 തിരുത്തപ്പെട്ടെങ്കിലും 2026 പഴയ രീതിയിലേക്ക് കേരളം തിരിച്ചുപോകാൻ സാധ്യതയുണ്ടെന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത്. 140 മണ്ഡലങ്ങളിൽ 10 ജില്ലകളിലെ ഫലങ്ങൾ പുറത്തു വന്നപ്പോൾ തന്നെ UDF കേവല ഭൂരിപക്ഷത്തിന് ആവശ്യമായതിനേക്കാൾ വലിയ മുന്നേറ്റം നടത്തിക്കഴിഞ്ഞു. വടക്കൻ കേരളത്തിലെ 48 സീറ്റുകളിൽ 25 മുതൽ 34 സീറ്റുകൾ വരെ UDF നേടിയേക്കാമെന്ന പ്രവചനം LDF-നെ സംബന്ധിച്ചിടത്തോളം കനത്ത പ്രഹരമാണ്. കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ മലബാറിൽ ഇടതുകോട്ടകൾ കാത്തുസൂക്ഷിച്ച LDF-ന് ഇത്തവണ 13 സീറ്റുകൾ വരെ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ടെന്നാണ് സർവേ അടിവരയിടുന്നത്. മുസ്ലിം ലീഗിന്റെ കരുത്തിൽ മലപ്പുറം ജില്ല UDF പൂർണ്ണമായും തൂത്തുവാരാൻ സാധ്യതയുണ്ട്. 16 സീറ്റുകളിൽ 14 മുതൽ 16 സീറ്റുകൾ വരെ UDF നേടുമെന്നാണ് പ്രവചനം. ലീഗിന്റെ സംഘടനാ ശക്തിയും ന്യൂനപക്ഷ വോട്ടുകളുടെ ഏകീകരണവും ഇവിടെ UDF-ന് അനുകൂലമാകുന്നു. രാഹുൽ ഗാന്ധിയുടെയും പ്രിയങ്ക ഗാന്ധിയുടെയും സാന്നിധ്യം വയനാട്ടിൽ കോൺഗ്രസിന് വലിയ ആത്മവിശ്വാസം നൽകുന്നു. ജില്ലയിലെ 3-ൽ 3 സീറ്റും UDF നേടുമെന്നാണ് സർവേ പറയുന്നത്. ഇടതുപക്ഷത്തിന്റെ ശക്തി കേന്ദ്രമായ കോഴിക്കോട് ജില്ലയിൽ ഇത്തവണ ഇരു മുന്നണികളും ഒപ്പത്തിനൊപ്പമാണ്. എന്നാൽ വോട്ട് വിഹിതത്തിൽ UDF മുന്നിലെത്താൻ സാധ്യതയുണ്ടെന്നത് ഇടതുപക്ഷത്തിന് ആശങ്ക നൽകുന്നു. CPM-ന്റെ ഉരുക്കുകോട്ടയായ കണ്ണൂരിൽ LDF തങ്ങളുടെ ആധിപത്യം നിലനിർത്തുമെന്നാണ് സർവേ നൽകുന്ന ഏക ആശ്വാസം. എങ്കിലും ഇവിടെയും UDF വോട്ട് വിഹിതം വർദ്ധിപ്പിക്കുന്നത് ശ്രദ്ധേയമാണ്. മധ്യ കേരളത്തിലെ 53 സീറ്റുകളിൽ UDF-ന് 29 മുതൽ 33 സീറ്റുകൾ വരെ ലഭിച്ചേക്കാം. എറണാകുളം, ഇടുക്കി, കോട്ടയം ജില്ലകളിൽ UDF തരംഗമാണ് പ്രവചിക്കപ്പെടുന്നത്. എറണാകുളത്തെ 14 സീറ്റുകളിൽ 12 മുതൽ 14 സീറ്റുകൾ UDF നേടുമെന്നാണ് സർവേ ഫലം. നഗരമേഖലകളിലെ വികസന മുരടിപ്പും അഴിമതി ആരോപണങ്ങളും സർക്കാരിന് തിരിച്ചടിയാകുന്നു. കേരള കോൺഗ്രസ് എമ്മിന്റെ ഇടതുപക്ഷത്തേക്കുള്ള കൂടുമാറ്റം ഇത്തവണ LDF-ന് ഗുണം ചെയ്യില്ല. കോട്ടയത്തെ 9 സീറ്റുകളിൽ 7 മുതൽ 9 വരെ സീറ്റുകൾ UDF നേടിയേക്കാം. ക്രൈസ്തവ വോട്ടർമാർക്കിടയിൽ UDF-ന് അനുകൂലമായ മാറ്റം പ്രകടമാണെന്ന് സർവേ വ്യക്തമാക്കുന്നു. മലയോര മേഖലകളിലെ കർഷക പ്രശ്നങ്ങളും വന്യജീവി ആക്രമണങ്ങളും സർക്കാരിനെതിരെ വലിയ ജനരോക്ഷം ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത് ഇടുക്കിയിലെ UDF-ന് അനുകൂലമായ തരംഗമായി മാറുന്നു. കേരളത്തിൽ BJP അക്കൗണ്ട് തുറക്കാനുള്ള സാധ്യതയും സർവേ മുന്നോട്ട് വെക്കുന്നുണ്ട്. ഇത് സംസ്ഥാനത്തെ രാഷ്ട്രീയ സമവാക്യങ്ങളെ അടിമുടി മാറ്റാൻ പോകുന്ന ഒന്നാണ്. കാസർഗോഡ് ജില്ലയിലെ മഞ്ചേശ്വരത്ത് BJP ശക്തമായ പോരാട്ടം കാഴ്ചവെക്കുന്നു. ഇവിടെ NDA വോട്ട് വിഹിതം വർദ്ധിപ്പിക്കുന്നത് UDF-ന് വലിയ വെല്ലുവിളിയാണ്. സുരേഷ് ഗോപിയുടെ പാർലമെന്റ് വിജയത്തിന് ശേഷം തൃശൂരിൽ BJPക്ക് വലിയ സ്വീകാര്യത ലഭിച്ചിട്ടുമുണ്ട്. തൃശൂർ നിയമസഭാ മണ്ഡലത്തിലും BJPക്ക് വിജയസാധ്യതയുണ്ടെന്ന് സർവേ പ്രവചിക്കുന്നു. സീറ്റുകൾ 0 മുതൽ 1 വരെ LDF-ന് ലഭിക്കാം. സർവേ പ്രകാരം വടക്കൻ മധ്യ കേരളത്തിലെ 101 സീറ്റുകളിൽ UDF-ന് 57 മുതൽ 65 സീറ്റുകൾ വരെ ലഭിക്കുമ്പോൾ LDF-ന് ഇത് 36 മുതൽ 44 വരെ മാത്രമാണ്. ഇടതു മുന്നണിക്ക് കഴിഞ്ഞ തവണത്തേക്കാൾ 24 സീറ്റുകൾ വരെ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ടെന്നതും ഗൗരവകരമാണ്. ഇതിന് പ്രധാനമായി 3 കാരണങ്ങളാണ് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. തുടർച്ചയായി 10 വർഷത്തെ ഭരണം ജനങ്ങളിൽ ഒരു മടുപ്പുണ്ടാക്കിയിട്ടുണ്ട്. നിത്യോപയോഗ സാധനങ്ങളുടെ വിലക്കയറ്റം, തൊഴിലില്ലായ്മ തുടങ്ങിയവ ഇതിന് ആക്കം കൂട്ടുന്നു. സർക്കാരിന്റെ വിവിധ പദ്ധതികളുമായി ബന്ധപ്പെട്ട് ഉയർന്ന അഴിമതി ആരോപണങ്ങൾ സർക്കാരിന്റെ പ്രതിച്ഛായയെ ബാധിച്ചിട്ടുണ്ട്. അടിസ്ഥാന സൗകര്യ വികസനത്തിൽ സർക്കാർ വേണ്ടത്ര ശ്രദ്ധ നൽകുന്നില്ല എന്ന പരാതി വോട്ടർമാർക്കിടയിൽ ശക്തമാണ്. പത്തനംതിട്ട, ആലപ്പുഴ, കൊല്ലം, തിരുവനന്തപുരം ജില്ലകളിലെ ഫലങ്ങൾ കൂടി പുറത്തു വരുന്നതോടെ രാഷ്ട്രീയ ചരിത്രം പൂർണ്ണമാകും. ഈ ജില്ലകളിലും UDF മുന്നേറ്റം തുടർന്നാൽ കേരളത്തിൽ UDF-ന് വൻ ഭൂരിപക്ഷം ലഭിക്കും. എന്നാൽ കൊല്ലവും തിരുവനന്തപുരവും LDF-നെ തുണച്ചാൽ പോരാട്ടം കൂടുതൽ കരുത്തതാകും. എങ്കിലും നിലവിലെ ട്രെൻഡ് അനുസരിച്ച് UDF-ന് വ്യക്തമായ മേൽക്കൈ ഉണ്ടെന്ന് തന്നെ പറയാം. മനോരമ ന്യൂസ് സർവേ ഫലം പുറത്തു വന്നതോടെ UDF ക്യാമ്പുകൾ വലിയ ആവേശത്തിലാണ്. എന്നാൽ ഈ പ്രവചനം വോട്ടായി മാറണമെങ്കിൽ ഇനിയുള്ള ദിവസങ്ങളിലെ പ്രചാരണവും നിർണായകമാണ്. ആഭ്യന്തര കലഹങ്ങൾ ഒഴിവാക്കി ഒറ്റക്കെട്ടായി നീങ്ങുക എന്നതാണ് UDF-ന് മുന്നിലുള്ള വെല്ലുവിളി. മറുഭാഗത്ത് LDF-നെ സംബന്ധിച്ചിടത്തോളം ഈ സർവേ ഫലം വലിയൊരു വെല്ലുവിളിയാണ്. ഭരണവിരുദ്ധ വികാരത്തെ മറികടക്കാൻ പുതിയ തന്ത്രങ്ങൾ ആവിഷ്കരിക്കാൻ അവർ നിർബന്ധിതരാകും. വികസന നേട്ടങ്ങൾ ഉയർത്തിക്കാട്ടിയും സംഘടനാ സംവിധാനം ശക്തമാക്കിയും തിരിച്ചുവരാൻ CPM ശ്രമിക്കുമെന്നത് ഉറപ്പാണ്. ചുരുക്കത്തിൽ 2026 നിയമസഭാ തിരഞ്ഞെടുപ്പ് കേരള രാഷ്ട്രീയ ചരിത്രത്തിലെ ഏറ്റവും നിർണായകമായ ഒന്നായിരിക്കും. സർവേകൾ പ്രവചിക്കുന്നത് പോലെ കേരളം മാറ്റത്തിന്റെ പാതയിലാണോ അതോ ഇടതുമുന്നണി തങ്ങളുടെ കോട്ടകൾ കാത്തു സൂക്ഷിക്കുമോ എന്നത് കാത്തിരുന്നു കാണണം. വോട്ടർമാരുടെ മനസ്സ് ആർക്കൊപ്പമാണെന്നത് തിരഞ്ഞെടുപ്പ് ഫലം പുറത്തുവരുമ്പോൾ മാത്രമേ വ്യക്തമാകൂ.